ഹലോ അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. നോർത്ത് സ്ട്രീറ്റ് ഫുഡിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളി വെള്ളത്തിൽ നമ്മുടെ അരി ഇതൊന്നും സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ കയ്യിൽ വീട്ടിൽ നമുക്ക് അരിപ്പൊടി ഉണ്ടാവില്ലേ, നമ്മുടെ അരിപ്പൊടി എടുത്തിട്ട് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് വെള്ളപ്പം നമ്മൾ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം. വെള്ളപ്പം പിന്നെ പല രീതിക്ക് വെള്ളപ്പം ഉണ്ടാക്കാൻ പല രീതിക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റൻറ്റ് വെള്ളപ്പം റെസിപ്പി തന്നെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ഇവിടെ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നോർമൽ ഇടിയപ്പം പത്രി ഇതൊക്കെ ഉണ്ടാക്കുന്ന ആ അരിപ്പൊടി തന്നെ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി തന്നെ. അപ്പോൾ ഇത് 240 ml മെജർമെൻറ്റ് കപ്പ് തന്നെ ഒരു കപ്പ് അരിപ്പൊടി. 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഞാൻ റവ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ആയിട്ട് റവ, അപ്പോൾ നമ്മുടെ ഏത് നോർമൽ എല്ലാ വീട്ടിലെ റവ ഉണ്ടാവില്ലേ ആ റവ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ, പിന്നെ 1 ടീസ്പൂൺ ആയിട്ട് ഉപ്പും 2 ടേബിൾ സ്പൂൺ ആയിട്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നന്നായിട്ട് നമ്മൾക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. വെള്ളം ഒന്നും ചേർക്കാണ്ട് ഫസ്റ്റ് നമ്മൾക്കൊന്ന് 2 മിനിറ്റ് നമ്മൾക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഇനി നന്നായിട്ട് നമ്മൾക്ക് അരിപ്പൊടിയും റവയും തേങ്ങ ഇതൊക്കെ നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആവശ്യത്തിൽ ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഇനി നമ്മൾക്ക് ഒന്ന് അരച്ചെടുക്കാം. ഫസ്റ്റ് നമ്മൾക്ക് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് തന്നെ നമ്മൾക്ക് ആഡ് ചെയ്തിട്ട് തന്നെ അരച്ചെടുക്കണം. നമ്മൾക്ക് വെള്ളം കൂടിപ്പോയാൽ പിന്നെ പ്രശ്നമാണ്. പക്ഷെ നമ്മൾക്ക് കമ്മിയായ പക്ഷെ പിന്നെ നമുക്ക് ചേർക്കാൻ പറ്റും. പക്ഷെ കൂടിപ്പോയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാ ഇവിടെ ഇനി ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഇനി നമ്മൾക്ക് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു തരിപ്പ് ഇതൊന്നും ഇല്ലാത്ത നമ്മൾക്ക് ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾക്കൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ഗ്രൈൻഡ് ചെയ്ത് എടുക്കണം കേട്ടോ. ഇതിലേക്ക് പല രീതിക്ക് വെള്ളപ്പം റെസിപ്പി തന്നെ. പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വെള്ളപ്പം ഇതൊക്കെ ഉണ്ടാക്കാൻ ഒരു പോതി വന്നാൽ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നമ്മൾക്ക് അരിയതൊന്നും വെള്ളത്തിൽ കുതിർന്ന് വെച്ചിട്ടില്ല ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടിയായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് ബെൽ ഐക്കണിൽ ഓൺലി ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൽ കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ ഇല്ല, ഒരു 1/4 ടീസ്പൂൺ വരെ അര ടീസ്പൂണ് 1/4 ടീസ്പൂൺ വരെ നമ്മൾക്ക് ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 2 സെക്കൻഡ് ഒരു 3 സെക്കൻഡ് നമ്മൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇനി നമ്മൾക്ക് ഒരു ബൗളിലേക്ക് ഒരു പാത്രത്തിൽ മാറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾക്ക് പിന്നെ ഈ ബാറ്റർ ആകുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കട്ടി വേണ്ട, ഒരുപാട് ലൂസ് വേണ്ട, ഒരു മീഡിയം കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾക്ക് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം കേട്ടോ. നമ്മൾക്ക് ഒരുപാട് തിക്നെസ് വേണ്ട, ഒരുപാട് വെള്ളം പോലത്തെ വേണ്ട കേട്ടോ. അപ്പോൾ അത് പ്രത്യേകിച്ചിട്ട് ഈ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ കുറച്ച് കട്ടിയായാലും കുഴപ്പമില്ല, പക്ഷെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കാൻ നിൽക്കണ്ട. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു 3 മണിക്കൂറോ 4 മണിക്കൂർ നമ്മൾക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നല്ല ചൂട് സമയം ഉണ്ടെങ്കിൽ 1.5-2 മണിക്കൂർ മതിയാവും. പക്ഷേ തണുപ്പ് കാലമാകുമ്പോൾ ഒരു 3-4 മണിക്കൂർ മാക്സിമം നമ്മൾക്ക് ഇതിലേക്ക് ഫെർമെൻറ്റേഷൻ ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരം ഇതൊക്കെ രാത്രിക്ക് ഡിന്നറിൽ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു ഉച്ചയാകുമ്പോഴേക്കും നമ്മൾക്ക് ഒരു 2 മണിക്ക് 3 മണിക്ക് ആ സമയത്ത് ഇങ്ങനെ മിക്സാക്കി എടുത്ത് വെച്ചാൽ അപ്പോൾ നമുക്ക് രാത്രിക്ക് അപ്പം തന്നെ നമ്മുടെ അപ്പം തയ്യാറാക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇനി പെട്ടെന്ന് വെള്ളപ്പം തയ്യാറാക്കി എടുക്കുക. നമ്മൾക്ക് വെള്ളം ഇതൊക്കെ അളവ് കറക്റ്റ് തന്നെ. ഇനി നമുക്ക് ലൂസ് ഇതൊന്നായിട്ടില്ല, കറക്റ്റ് പാകത്തിൽ നമ്മൾക്ക് അപ്പം ബാറ്റർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ ആ റെസിപ്പി നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ വെള്ളപ്പം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ചിട്ട് നമ്മൾക്ക് ഈ അപ്പച്ചട്ടിയല്ലേ ചൂടാക്കാൻ നിൽക്കണ്ട. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾക്കൊന്ന് ചെറിയൊരു ചൂടാക്കിയിട്ട് ഇതിലേക്ക് വെള്ളപ്പം ഉണ്ടാക്കണം. നമ്മുടെ റവ ചേർത്തിട്ടുണ്ടല്ലേ, നമ്മുടെ നല്ല ഹൈ ഫ്ലെയിമിൽ ചുട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് അടിയിലൊരു ഡാർക്ക് ബ്രൗൺ കളർ വരാനൊരു ചാൻസ് ഉണ്ടാവും. പക്ഷെ അത് എന്താ പറയുക, അടി പിടിക്കില്ല, പക്ഷെ ഒരുപാട് ഡാർക്ക് കളർ ഉണ്ടാവും. അത് കാണുമ്പോൾ അത്ര ഇതില്ല. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾക്ക് ഇതേപോലത്തെ നമ്മൾക്കൊന്ന് വളരെ സോഫ്റ്റായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് വെള്ളപ്പം വേണമെങ്കിൽ പിന്നെ ഒരു 10-15 സെക്കൻഡ് ആകുമ്പോൾ നമ്മൾക്ക് കുറച്ച് ജാസ്തി വെച്ചാൽ മതി.
അപ്പോൾ കുറച്ചുകൂടി ക്രിസ്പി ആയി കിട്ടും. പക്ഷേ ചിലവർക്ക് കൂടുതൽ ക്രിസ്പി ഇഷ്ടമാണ്, ചിലവർക്ക് സോഫ്റ്റ് ആയിട്ട് ഇഷ്ടമാണ്. എല്ലാവർക്കും ഒരേപോലത്തെ ചോയ്സ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ട് ഒരു 8-9 ഞാനിവിടെ പാലപ്പം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലത്തെ ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ. ഒന്ന് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ വേഗം സബ്സ്ക്രൈബ് ആക്കിക്കോ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ആക്കുമ്പോൾ ഓൺലി ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൽ കിട്ടും. അപ്പോൾ ഇത് മുട്ടാക്കറിൻ്റെ കൂടും തേങ്ങ ചട്നിൻ്റെ, അപ്പോൾ പിന്നെ വേണമെങ്കിൽ വെജ് കുർമ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. നമ്മൾ നല്ല സോഫ്റ്റായിട്ട് വെള്ളപ്പം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതേപോലത്തെ അടുത്ത വീഡിയോക്ക് നല്ല പുതിയ റെസിപ്പി കൊണ്ടുവരാം. അപ്പോഴേക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു. സ്റ്റേ ഹാപ്പി.